കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി പരാതി. മണിക്കൂറുകൾ ഇടവിട്ട് എത്തുന്ന വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് സംഘം അർദ്ധരാത്രിയിലും പുലർച്ചെയും വരെ പ്രതികളെ ചോദിച്ചെത്തുന്നതായി കുടുംബങ്ങൾ പറയുന്നു. വാതിലിലും ജനാലകളിലും മുട്ടുകയും നിർത്താതെ കോളിംഗ് ബെൽ അടിക്കുകയും ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതായും ഇവർ പറയുന്നു. ഫ്രഷ് കട്ടിനെതിരായ സമരം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഭീകരാന്തരീക്ഷത്തിലാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും കഴിയുന്നത്. ദിവസം തോറും പോലീസ് രാത്രി പുലർച്ചെ 4 മണി വരെയൊക്കെ വീടുകളിൽ വരുന്ന ഒരവസ്ഥയുണ്ട്. ആളുകളെല്ലാവരും ഒളിവിലൊക്കെയാണ്. ആളുകളെ തേടിയാണ് ഇവരെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? രാത്രി പോലീസ് വന്ന് വെല്ലടിച്ചിട്ട് എനിക്ക് തന്നെ തീരെ സുഖമില്ലാത്ത ഒരാളാണ്. സമരം കഴിഞ്ഞ് ഇത്രയും ദിവസം എല്ലാ ദിവസവും പോലീസ് വരുന്നുണ്ട്. ഇന്ന് പകലും വന്ന്. എന്താ വന്നിട്ട് പോലീസ് എന്താ പറയുന്നത്? രാവിലെ വന്ന് നമ്മളെ ഡീറ്റെയിൽസ് ചോദിക്കുക ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ പല സ്റ്റേഷനിലുള്ള പോലീസുകാരെ വരുന്നത്. താമരശ്ശേരിക്കാർ വന്നാട്ട് പോകുമ്പോഴേക്കും പിന്നെ കോടഞ്ചേരിക്കാർ വരും, പിന്നെ വേറെ ആരെങ്കിലും, അങ്ങനെ ഓരോരോ സൈഡിലുള്ളവരാണ് വരുന്നത്. രാവും പകലും പോലീസ് വരുന്നുണ്ട്. രാവും പകലും വരുന്നുണ്ട്. ഈ പകല് വരുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, രാത്രി നിങ്ങളാണോ വരുന്നത്? അപ്പോൾ അവർ പറയുന്നത് എല്ലാവരും വരും, നിങ്ങളെ ആൾക്കാർ കീഴടങ്ങുന്നത് വരെ എല്ലാവരും വരും എന്നാണ്. ആയിക്കോട്ടെ, ഇനി പകലും നിങ്ങൾ വന്നോളി, രാത്രി വരുന്നതിനെ പറ്റി ചോദിച്ചു. രാത്രി ഏത് സമയത്തൊക്കെ വരുന്നത്? 12 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം വന്ന് ഒരു ബെല്ലടിക്കും ഫസ്റ്റ്, പിന്നെ ബെല്ലടിച്ചോണ്ട് നിൽക്കും. അതായത് പുരുഷന്മാരെ തേടിയാണ് ഇവർ എത്തുന്നത്. പക്ഷേ വീട്ടിലുള്ള ആളുകളെ വലിയ തരത്തിൽ പ്രയാസപ്പെടുത്തുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നത് അവരെ കിട്ടാൻ വേണ്ടിയാണ്. ചെറിയ മക്കളോട് ഫോട്ടോ കാണിച്ചിട്ട് പോലീസ് ചോദിക്കണം ഇതാരാണ്, നിനക്കറിയോ എന്ന് ചോദിച്ച് കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ റോട്ടിലിറങ്ങാത്ത അവസ്ഥയായി. ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 350ഓളം കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ടൈമിലും വരും. മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാണ്ട്, ഉമ്മച്ചി സുഖമില്ലാത്തതാണ്, ചെറിയ മക്കളുണ്ട്, അതൊന്നും ഒരു സമ്മതിക്കില്ല. എല്ലാ ടൈമിലും ഒരു വരും. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? വീട് തുറന്ന് നോക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യും. ഞമ്മക്കൊരു വിഷമമുണ്ടല്ലോ. ഈ ആത്ത് ഒളിപ്പിച്ച് വെക്കുന്ന സ്വഭാവമല്ലല്ലോ, ഇതെല്ലാവരും ഉള്ളതല്ലേ, ഒരു രണ്ടാളും മാത്രമല്ല. ഹാജരാതെ വീഴ്ച തുറപ്പിച്ചിട്ട് കട്ടിലിൻ്റെ അടി, സ്റ്റോർ റൂം, ബാത്റൂം ഇതൊക്കെ ഒരു തുറന്നു നോക്കുക. പോലീസ് ഇങ്ങനെ വീടുകൾ കയറിയിറങ്ങുന്ന പശ്ചാത്തലത്തിൽ പുരുഷന്മാരില്ലാതെ വീടുകൾ പ്രയാസപ്പെടുന്നത്, മരുന്ന് വാങ്ങേണ്ട ആളുകൾ, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യത്തിന് പച്ചക്കറി, അരിയൊക്കെ വാങ്ങേണ്ട ആളുകൾ, ഇതൊന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വീട്ടിൽ കിറ്റുകൾ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുക അല്ലേ? അതെ, വീടുകളിലൊന്നും ആൾക്കാരില്ല, എല്ലാവരും പല വഴിക്കായിട്ട് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ ഉള്ളൂ. ആര് പോയി വിളിച്ചാലും അവർ വാതിൽ തുറക്കൂല, കാരണം പേടിച്ചെല്ലാം അകത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും വാങ്ങി തന്നെ ഞങ്ങൾ സെറ്റാക്കി കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ കൊണ്ടു കൊടുക്കാൻ ഈ വയസ്സായ ഞങ്ങൾ തന്നെ കൊണ്ടു കൊടുക്കാനുള്ളൂ. ചെറുപ്പക്കാരും ഇല്ല ഈ സ്ഥലത്ത്, ഇവിടെ ഒന്നുമില്ല. പോലീസിന്റെ പേടി കൊണ്ട് ആര് പോയി വാതിൽ ഇപ്പോൾ തുറന്നാൽ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാർ പോയാൽ തന്നെ അവർ വാതിൽ തുറക്കൂല പേടിച്ചിട്ട്. ഇതിപ്പോൾ ഭക്ഷണം മാത്രമാണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുക. അതേസമയം മരുന്ന് പോലെയുള്ള ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ മരുന്നുകളൊക്കെയാണ് വേണ്ടത്. അതിൻ്റെ അളവ്, അതിൻ്റെ മരുന്നിൻ്റെ പേര്, ഇതൊന്നും കൃത്യമായി അറിയാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥക്ക് അറുതി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.